ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയാണ്. രാവിലെ മുതലേ തുടങ്ങിയിട്ടുണ്ട് മഴ. അല്ല എന്താ മഴ, ഇടിയും മിന്നലും, നല്ലൊരു കാലാവസ്ഥ. മഴയുണ്ട്. ഞാൻ സാമ്പാറാക്കി, ഞാൻ അരച്ചത്. ഇന്ന് സാമ്പാർ ഉണ്ടാക്കുക. എൻ്റെ എനർജി ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഫി ഇതാ, അടിപൊളി കോഫി. എന്തൊരു സുഖമുണ്ടെന്ന് പറയും കാലാവസ്ഥ. തന്നെ വേണം. ഇതിൽ നമ്മളൊരു കോഫിയൊക്കെ രാവിലെ ഇങ്ങനെ ഇരുന്ന് കോഫി കുടിക്കാൻ നല്ല സുഖമല്ലേ. നല്ലൊരു ഭംഗിയുള്ള അന്തരീക്ഷമാണിത് കാഫി കുടിക്കാൻ. ഉണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? കോട്ടയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. സാമ്പാറും ഇഡ്ഡലിയാണിന്ന്. സാമ്പാറാകുമ്പോഴുള്ള ഒരു ഗുണം എന്താ അറിയോ, നമുക്ക് രാവിലത്തെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഉച്ചത്തേക്ക് കൊടുക്കാം. മൾട്ടിപ്പർപ്പസാണ് സാമ്പാർ. അതായത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് പ്രശ്നമില്ല, ഒറ്റക്കറി മതിയല്ലോ. പിന്നെ അതിന് നമുക്ക് ഇതായിട്ട് മെഴുക്ക് പറ്റിയോ ഉപ്പേരിയോ മീനോ എന്താ വെച്ചാൽ നമുക്കങ്ങനെ. അപ്പം രാവിലെ തന്നെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് രാവിലത്തെ, അതായത് ഓഫീസിൽ പോകുന്ന ആൾക്കാർ, ഞാനൊക്കെ പണ്ട് ഓഫീസിൽ പോകുന്ന സമയങ്ങളിൽ ഞാൻ അങ്ങനെയായിരുന്നു. രാവിലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സാമ്പാറാണ് ഉണ്ടാക്കുക. പിന്നെ കാച്ചിമോര് എന്ന് പറയും, അവിടേക്ക് ആ ഭാഗത്തേക്കൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയാം. ഞങ്ങളിവിടെ കാച്ചിമോര് എന്നൊക്കെയാണ് പറയുക. അതായത് മോര് പോലത്തെ ഒരു യെല്ലോ കളർ ഒരു കറിയാണിത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് കാച്ചിമോര് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്കൊരു 1 വീക്കിൽ നമുക്കൊന്നും അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്തിനും നമ്മൾ എവിടെയും പോയി വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കറി. അപ്പം ഇതാണ് സാമ്പാറിന് എടുക്കാൻ പോകുന്ന വെജിറ്റബിൾസ്. ആക്ച്വലി ഇതിൽ ഒരു സാധനം മിസ്സിംഗ് ആണ്, വെണ്ടയ്ക്ക. അത് പിടിക്കുക എന്താ വെച്ചാൽ അത് ഞാൻ മറന്നുപോയി. പക്ഷെ അതിനെക്കൂടെ വലിയ ബുദ്ധിമുട്ടൊന്നും കേട്ടോ. നമുക്ക് വെണ്ടയ്ക്കില്ലെങ്കിലും നമുക്ക് സാമ്പാർ എന്ന് പറയുന്നത് കുറേ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ നമുക്കത് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ ലൈറ്റ് വെജിറ്റബിൾസ് കേട്ടോ. അതായത് തക്കാളി, ക്യാരറ്റ്, പടവലം, പച്ചക്കായി, അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെണ്ടയ്ക്ക എല്ലാം യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഷ്ണം കറി കുറയാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഷ്ണം കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് കറി കുറച്ച് കൂട്ടുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ എന്നാലാണ് നമുക്കത് കൺസിസ്റ്റൻസി കുറച്ച് നമുക്ക് നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കഷ്ണങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, don't be shy, I can't be wrong. If you feel it, then it's strong. Party time, sipping drinks as your shoulders rise and sink. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു. സാമ്പാറിനുള്ളത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ കുക്കറിലിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ ഞാൻ പരിപ്പ്,
പിന്നെ കായം എന്ന് വെച്ചാൽ പൊടിയല്ല, അതൊരു കേക്ക് പീസ് പോലത്തെ പീസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കായം. പിന്നെ ഒരു ഉള്ളീൻ്റെ ഹാഫാട്ടോ ഞാൻ ഇട്ടത്. അപ്പം ഇത് 3 കൂടിയാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടത്. എൻ്റെ മെത്തേഡാട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് വലിയ സാമ്പാർ എക്സ്പേർട്ടൊന്നുമില്ല. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഇതാണ് ഇട്ടത്. ഞാനിതാപ്പം ഇട്ടിട്ട് അത് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റും അതായത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത്, വെജിറ്റബിൾ മിക്സ് ചെയ്ത് അതാണ് ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം അരപ്പ് എന്നുണ്ട്, ഞാൻ അരച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത്. അതായത് നമ്മൾ ഇതുണ്ടല്ലോ, സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ അരപ്പും കൂടി ഉണ്ട് ഇതിൽ, തേങ്ങ വറുത്തരച്ച ഇതും കൂടി ഉണ്ട്. അത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനൊരു പ്രാവശ്യം ആദ്യം ഞാനൊരു വ്ളോഗ് ആക്കുന്നുണ്ട്. ഞാൻ തേങ്ങ അരച്ച് വെക്കാറാണ് ചെയ്യുക. അതായത് ഞാൻ വറുത്തരച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് ഏകദേശം ഒരു 5-6 മാസത്തേക്ക് അത് അവിടെ കിടന്നോളും. അപ്പം നമുക്ക് കുറച്ച് ബിറ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് സാമ്പാറായോ. അപ്പം വലിയ മെനക്കേടില്ല നമുക്കത്, വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് രാവിലെ തന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ അരപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വറുത്ത തേങ്ങ നമ്മൾ എടുത്തിട്ട് വറുത്ത് വെക്കുന്നതാണ്. അതിൽ ഫുൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വറുത്ത് നമ്മൾ നല്ല ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ, നല്ല ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തേക്ക് പോലും അത് നമുക്ക് യൂസ് ചെയ്യാം. അത്രയും ഇതായിട്ടുള്ളൊരു ഇതാണ്, അതായത് സാമ്പാർ ഉണ്ടാക്കാനുള്ളൊരു അത് ഈസിയാണ്. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ, നമുക്ക് രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഡ്ഡലി ദോശ ഒക്കെ ആക്കുന്ന സമയത്ത്, ഇനി നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സാമ്പാർ സാധാരണ എല്ലാവരും പറയും ഭയങ്കര ടഫാണ്. അല്ല, ഭയങ്കര ഈസിയാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വരാട്ടോ. ഞാൻ പാത്രം യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതായത് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പോഴത്തേക്ക് എൻ്റെ ഇത് ഇപ്പം കുക്കറിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് റെഡിയായി വരും. അപ്പോഴത്തേക്ക് ഞാൻ സാധനങ്ങളൊക്കെ ഇല്ലാത്ത മാറ്റിയതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത്, അതായത് മഞ്ഞൾ, മുളക്, അങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നതെന്നുള്ളതും കൂടി. പോകുന്നത് മഞ്ഞൾപ്പൊടി, ഏകദേശം മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം മല്ലിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയാണ്. ഇതിൻ്റെ മെയിൻ സാമ്പാർ പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അധികം ആൾക്കാരും സാമ്പാർ പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ സാമ്പാർ പൊടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഇടുക, അത് നിങ്ങൾക്ക് തോന്നുന്നത്ര ഇട്ടാൽ മതി. ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പാർ പൊടി ഇടുന്നത്. അപ്പോൾ അതും ഇടുക. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ആദ്യം ഒഴിക്കേണ്ടത് പുളിവെള്ളം കേട്ടോ. പുളിവെള്ളം ഒഴിക്കുക. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ഇടണം, പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതാ ഞാൻ പുളി നേരത്തെ എടുത്തു വെച്ച പുളിയാണ് കേട്ടോ. അത് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം പൊതിർന്നതിന് ശേഷം, ഇനി ചിലർ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് പൊതിർത്തി ആദ്യം തന്നെ വെച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ലോണം ഇതായിട്ടുണ്ട്. എൻ്റെ ചേച്ചി പറയുന്ന പോലെ നീ എപ്പോഴും നോക്കി ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. എൻ്റെ മലയാളം അത്ര പോരാട്ടോ, കുറച്ച് സഹിക്കണേ. അപ്പോൾ അതായത് പൊതിർന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില സ്ഥലത്ത് ചില ലാംഗ്വേജസ് എങ്ങനെയാണ്, മലയാളത്തിന് തന്നെ ഡിഫറൻസ് ഉണ്ടല്ലോ, പല സ്ഥലത്തും ഡിഫറെൻ്റ് ആയ ലാംഗ്വേജസ് ആണ്. അപ്പം
എന്താ ഇത് പറയുന്നതെന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി. ഞാനൊക്കെ എന്താ പറയുക ലോക്കലായിട്ട് പറയുന്ന മലയാളമാണ് ഇവിടുത്തെ കോഴിക്കോടൻ ഭാഷ. അപ്പോൾ അതുകൊണ്ട് അതായത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി സാമ്പാറിൻ്റെ ഫസ്റ്റ് ബേസ് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ആ ഇതും കൂടി, അതായത് നമ്മളെ പരിപ്പ് കൂടി വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ആ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ആ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടും മാത്രമാണ്. അത് കഴിഞ്ഞാലാണ് നമ്മൾ അരപ്പ് ലാസ്റ്റിലാണ് കേട്ടോ. അതായത് തേങ്ങ വറുത്തരച്ച അരപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച അരപ്പ്. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച അരപ്പ്. ഇതിപ്പം തീർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഒന്ന് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് വ്ളോഗായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വെന്ത് ഏകദേശം റെഡി. ഞാനിതിലേക്ക് കൊടുക്കുകയാണത്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരപ്പെടുത്തി ഉണ്ടാക്കി. അരപ്പിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇടാൻ പോവാണ്. അപ്പോൾ അരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇതേപോലെ നല്ല കട്ടിയായിരിക്കും കേട്ടോ. നല്ല കട്ടി. ഇത് ഫുൾ വെളിച്ചെണ്ണയാണ്. ഇതിൽ ഒരു ഡ്രോപ്പ് പോലും വെള്ളമില്ല. അപ്പോൾ ഇത് ഫുൾ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും കാലം നിൽക്കാൻ ഞാൻ പറയുന്നത്. ഇത് സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം. പക്ഷെ അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊരു പീസ്, ഞാൻ എത്ര ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടാണ്. അപ്പം രണ്ടാൾക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളവർക്ക് കുറച്ച് ചെറിയൊരു പീസ് ഇട്ടാൽ മതി. എല്ലാം പെർഫെക്റ്റ്. ഇതിലില്ലേ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കണം. അത് നല്ലൊരിതാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലാണ് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അരപ്പ് ഒഴിച്ചുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് വന്നത്. കുറച്ച് കട്ടിയിൽ വേണ്ടവർക്ക് കട്ടിയിലാക്കാം, അത് നിങ്ങളെ ഇതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് ലൈറ്റാക്കിയെന്ന് വെച്ചാൽ എനിക്ക് സാമ്പാർ ഇഡ്ഡലിക്കും വേണം, ഉച്ചക്കത്തെ ലഞ്ചിനും ഞാൻ ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ ഓക്കെയാണ്. ചിലർ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടും, പൊട്ടറ്റോ ഇടും. പക്ഷേ അതിടുമ്പോൾ എന്താ വെച്ചാൽ കട്ടി കൂടുക ചെയ്യുക. എന്ന് വെച്ചാൽ അത് ഉടഞ്ഞ് കട്ടി കൂടിപ്പോയാൽ അതൊരു ഇതുണ്ടാവില്ല. ഇടുന്നുണ്ടെങ്കിൽ ഒന്നിടാം, പക്ഷെ അതിനെ ഉടയ്ക്കരുത്. നമ്മൾ കഷ്ണം പോലെ തന്നെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ, പക്ഷെ അത് നാച്ചുറലി അത് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് അത് ഉടയും, ഉറപ്പാണ് അത് ഉടഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് വേണം ഇത്. പക്ഷെ അത് നമ്മളത് രണ്ടും ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വരും. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇടണമെങ്കിൽ ഇടാം, പ്രശ്നമൊന്നുമില്ല. അധികം ആൾക്കാരും അതായത് നമ്മളെ സദ്യക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇടുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഇടാം കേട്ടോ. ലാസ്റ്റിൽ മല്ലിയില ഇട്ടാൽ മതിയേ. തിളച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ മല്ലിയില ഇടാം. ഇനി ഇതിനൊന്ന് താളിക്കുകയും കൂടി ചെയ്താൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താളിക്കാൻ പോവാം കേട്ടോ. അതായത് വറവിടാനാണ് ഇങ്ങോട്ടൊക്കെ പറയുക, നിങ്ങളെ ഭാഗത്തേക്ക് താളിക്കാമെന്നായിരിക്കും പറയുക.
എനിക്ക് അത്ര ആൾക്കാരെ വ്യൂവേഴ്സൊന്നും ഇല്ല കേട്ടോ, കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ പറയുകയെന്ന് വെച്ചാൽ വറവിടുക എന്നാണ് പറയുക. അപ്പോൾ ഞാനിതിനെടുത്തത് കടുകും കരിവേപ്പിലയും കരിവേപ്പല എന്നാണ് പറയുക. അതിന് ഞാൻ കരിയോപ്പല എന്നാണ് പറയുക. എൻ്റെ ഭാഷ ഭയങ്കരമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മലയാളം ഭാഷ നിങ്ങൾക്കൊക്കെ പിടി കിട്ടുമെന്നറിയാം. അപ്പോൾ ഞാൻ ചുവന്ന ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സാധാരണ ഷോർട്സാണ് ഇടാറ്, ഞാൻ ഇന്ന് ഷോർട്സ് ആക്കിയില്ല. സാമ്പാറിന് കുറച്ച് ടൈമിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഷോർട്സ് ഒന്നും ഇടാമെന്ന് വിചാരിച്ചില്ല. വെളിച്ചെണ്ണ, കടുക്, ഇതിൽ ചെറിയുള്ളിയും ഇതാക്കട്ടോ വറവിനിടാൻ. ചെറിയുള്ളി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 3 സാധനമാണ് ഇടുന്നത്: കടുക്, ചുവന്നുള്ളി, തേങ്ങ. അപ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഹൗസ് വൈഫിനൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത് കടുക് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ഓഫ് ചെയ്തിട്ട് ഇതിട്ടാൽ മതി. അപ്പോൾ എൻ്റെ ഫുഡിങ്, അതായത് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഞാനൊരു സാമ്പാറും ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് മോർണിംഗ് വ്ളോഗാണ്. ഞാൻ അതിന് ശേഷമുള്ള, അതായത് രാവിലെ നല്ല മഴയാണ്, ആ മഴേൻ്റെ ഉള്ളിലാണ് ഞാനിത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും. എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഫുഡിങ് തന്നെയാണ് കൂടുതലായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ എൻ്റെ വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇപ്പം ഇഡ്ഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അടുത്ത വ്ളോഗിൽ ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി, അതായത് സാമ്പാറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, തേങ്ങ അരച്ചിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അതുവരെ എൻ്റെ ഈ ഒരു എളിയ ഒരു അഭ്യർത്ഥനയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും കൂടി താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.